ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. +1 അതേപോലെ +2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഉറപ്പായും വരുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ പിള്ളേർ എപ്പോഴും എന്താ ചെയ്തു വയ്ക്കുന്നത്? വെറുതെ ആ കഥ ഇങ്ങനെ ഒരു പേജ് നിറച്ച് എഴുതി വയ്ക്കും, ഒരു ഹെഡിങ് എഴുതും, ഒരു സ്ഥലപ്പേര് എഴുതും. അത്രയും മാത്രം എഴുതിയ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ മാർക്ക് നമുക്ക് കിട്ടില്ല. 6 മാർക്കിനാണ് ചോദിക്കുന്നെങ്കിൽ ആ 6 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അത്രയും എഴുതിയാൽ പോരാ. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട്, അതിലേക്ക് വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചിട്ട് പോയാൽ ആ രീതിയിൽ നിങ്ങൾ ഇത്തവണ നിങ്ങളുടെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ 1 മാർക്ക് പോലും അതിൽ പോകില്ല. സോ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഏത് ചാപ്റ്ററിൽ നിന്ന് വേണമെങ്കിലും ചോദിച്ചോട്ടെ, ഏത് ചാപ്റ്ററിൽ നിന്നാണെങ്കിലും നമ്മൾ അതിനൊരു ഹെഡ്ലൈൻ കൊടുത്തിരിക്കണം. ഓക്കെ, അതിനൊരു ഹെഡ്ലൈൻ എന്തായാലും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഹെഡ്ലൈൻ, അതായത് ഇപ്പോൾ സ്മോൾ പോക്സ് സ്പ്രെഡ്സ് ഇൻ ഷിബ്രാണ ഗഞ്ചി, 2 ഡെഡ്, 2 പേര് മരിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ അമീഗോ ബ്രദേഴ്സിൻ്റെ ഫൈറ്റ് ആയിക്കോട്ടെ, മാച്ച് ബിക്കെയിം ഡ്രോ ആയിപ്പോയി. അങ്ങനെ ജസ്റ്റ് 2 ലൈൻസ് ആയിട്ട് ചെറിയ 2 ലൈൻ പോലെയൊക്കെ ഒന്ന് കൊടുത്തേക്കാം. ദെൻ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് ദെൻ സ്ഥലം എഴുതാം. സ്ഥലം എഴുതിയിട്ട് ദെൻ നമ്മൾ അതിലേക്ക് കാര്യങ്ങൾ എഴുതാനും. അപ്പോൾ കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് അവിടെ അത് പാരഗ്രാഫ് തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് അതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, മെയിൻ സംഭവം ഇന്ന സംഭവങ്ങളൊക്കെ നടന്നു, അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റായിരുന്നു, പിന്നെ ആരാണ് ജയിച്ചതെന്ന് മനസ്സിലായില്ല, അങ്ങനെയൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ട് അക്കോർഡിംഗ് ടു ദ ഒഫീഷ്യൽ സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് സെൻറ്റൻസ് ചെയ്താൽ ഒഫീഷ്യൽ സോഴ്സസ് പ്രകാരം റെഫറി അവരെ പിന്നീടുള്ള മാച്ചുകളിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാണ് ചെയ്തത്, അല്ലെങ്കിൽ പിന്നീടുള്ള മാച്ചുകളിൽ നിന്ന് അവരെ ഡീബാർ ചെയ്തു, 5 കൊല്ലത്തേക്ക് ഡീബാർ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ദെൻ ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ്, ഇത് റിപ്പോർട്ട് ചെയ്തത് ഇന്ന സംഭവം ഇന്ന സമയത്താണ് നടന്നത്, ഇത്ര പേർക്ക് പരിക്കേറ്റു. ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് നിയർലി അറൌണ്ട് 200 ഹാവ് ബീൻ ഇഞ്ചേർഡ് എന്നൊക്കെ നമ്മൾ പറയില്ല. അതേപോലെ ഏത് ഭാഗത്തുനിന്ന് ചോദ്യം വരുന്നു അതനുസരിച്ചിട്ട് ഇങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ്, അതായത് ഇപ്പോൾ ഇവരിങ്ങനെ പോയത് മൂലം കമ്പനിക്ക് ഒരു 20 lakhs നഷ്ടമാണ് ഉണ്ടായെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് നിയർലി ദ കമ്പനി നിയർലി ഹാഡ് എ ലോസ് ഓഫ് 20 lakh rupees. അങ്ങനെ നമുക്ക് എഴുതാം. അതായത് ഈ വാക്കുകളിൽ തുടങ്ങുന്ന സെൻറ്റൻസ് നിങ്ങളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ ഉണ്ടാകണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടായാലും അതിനൊരു കാണി എന്തായാലും ഉണ്ടാകുമല്ലോ, ഓഡിയൻസ് ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ അതെല്ലാം എഴുതിയിട്ട് അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പറയണം, ഇത് വേർഡ്സ് ഓഫ് വൺ ഓഫ് ദ സർവൈവേഴ്സ്. അതിൽ ഒന്ന് സർവൈവേഴ്സ് അല്ലെങ്കിൽ വൺ ഓഫ് ദ ഓഡിയൻസ് എന്നോ എന്തെങ്കിലും എഴുതിയിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇറ്റ് വാസ് വൺ ഓഫ് ദ ടെറിഫയിങ് മാച്ച് എവർ ഹാഡ്, അല്ലെങ്കിൽ ഇറ്റ് വാസ് വൺ ഓഫ് ദ ഡെഡ്ലിയസ്റ്റ് ഡിസീസ് ഐ ഹാവ് എവർ സീൻ. ഏത് കോണ്ടെക്സ്റ്റിൽ നിന്നാണോ ആ ചോദിക്കുന്നതിനനുസരിച്ച് കണ്ടു നിന്നവർ പറഞ്ഞത് ഇങ്ങനെ, അല്ലെങ്കിൽ ഇതേപോലെ ചേർക്കാം, ഇറ്റ് ഈസ് വെരി ഷോക്കിംഗ് ആൻഡ് അൺഫോർച്ചുനേറ്റ് CM's ഓഫീസ് സെഡ് ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ ദ മീറ്റിങ്ങിന് ശേഷം CMൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്, കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളും, അപ്രോപ്രിയേറ്റ് ആക്ഷൻസ് വിൽ ബി ടേക്കൺ, CM ഓഫീസ് സെഡ് ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് ആഫ്റ്റർ ദ മീറ്റിംഗ്. അങ്ങനത്തെ ഡബിൾ കോട്ട്സിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുണ്ടല്ലോ, ഇതൊരു അടിപൊളി സംഭവമാണ്. നിങ്ങളുടെ ആ മാർക്കിലേക്ക് ഒരു 2 മാർക്ക് എക്സ്ട്രാ കയറാനുള്ളൊരു സംഭവമാണിത്. അപ്പോൾ അതുകൊണ്ട് സർവൈവേഴ്സ് പറഞ്ഞതെന്നോ CMൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞതെന്നോ മേയർ പറഞ്ഞതെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ സംഭവം കൂടി ഇതിലേക്ക് ആഡ് ചെയ്താലുണ്ടല്ലോ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പെർഫെക്റ്റ് ആയി. പിന്നെ അതിൽ നമ്മൾ എപ്പോൾ എങ്ങനെ ആർക്ക് സംഭവിച്ചു എന്നുള്ളതൊക്കെ ആദ്യമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. ആ ലാസ്റ്റ് ഭാഗത്ത് ഇതുകൂടി വന്നാൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പക്കയായി, അതിൽ 6 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്തു അറിയിക്കുക. താങ്ക്